ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന വാഹ്വാത്തുഹ എന്ന ഗ്രാമർ പോർഷൻ ആണ്. CBSE ഗ്രേഡ് 10ന്റെ ഓരോ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിന്റെ താഴെയും ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട ഗ്രാമർ പോർഷൻ ഏതെന്ന് പറയാറുണ്ട്. അപ്പൊ എന്ന പോലെ അത് നോക്കുന്ന സമയത്ത് ഇന്ന വാഹ്വാത്തുഹ എന്നൊരു ഗ്രാമർ പോർഷൻ കാണാൻ പറ്റില്ല എങ്കിലും പക്ഷെ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങളാണ് മർഫുആത്ത്, മൻസൂബാത്ത് എന്ന് പറയുന്ന ഭാഗങ്ങൾ. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ന വഹ്വാത്തുഹ എന്നുള്ള ഭാഗം നമ്മൾ അറിയുകയും അത് നമ്മൾ പഠിച്ചു പോയി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടും മറ്റു സിംഗിൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇന്ന വഹ്വാത്തുഹ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇന്ന വഹ്വാത്തുഹ എന്ന് പറയുമ്പോൾ ഇതിന്റെ മാർക്ക് നമുക്ക് വീതം വെക്കാൻ എങ്ങനെയൊക്കെ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഡെഫിനിഷൻ കൊടുത്താൽ ഏതെങ്കിലും പോലെ ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ അടുത്ത മാർക്ക് നമുക്ക് എക്സാമ്പിൾ ആണ്. ഇന്ന വെച്ചുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അതിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ അതിന്റെ കീ റൂൾസുകൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ആ കോമ്പണൻസ് പ്രധാനമായിട്ട് വരുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതിന്റെ ഇന്ന വഹ്വാത്തുഹയുടെ കുറച്ച് അതിനെ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്. അപ്പൊ അതും ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പം ഇന്ന വഹ്വാത്തുഹ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ക്ലിയർ പിക്ചർ ആണ് പറയുന്നത്. ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായ കണ്ടന്റ് കൺസെപ്റ്റ് എന്താണോ നമ്മുടെ ഭാഷയിൽ എഴുതി കൊടുത്താൽ മതി. ദീസ് ആർ പാർട്ടിക്കിൾസ് ദാറ്റ് എൻ്റർ എ നോർമൽ സെന്റൻസ് ആൻഡ് അഫക്ട് ദ ഗ്രാമറ്റിക്കൽ കേസ്. അപ്പം ഒരു നോർമൽ സെന്റൻസിന് മുമ്പിൽ വരുന്ന കുറച്ച് വേർഡ്സുകളാണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അത് വരലോടുകൂടെ അതിന്റെ ഗ്രാമാറ്റിക്കൽ കേസിനെ കുറച്ച് ചേഞ്ചസ് വരുത്തും. ഈ ഒരു സംഗതി ആദ്യം ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ആയിട്ട് പറയാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഇന്ന വെച്ചുള്ള സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇന്ന ത്വാലിബ മുജ്തഹിദുൻ, ഇൻഡീഡ് ദ സ്റ്റുഡന്റ് ഈസ് എ ഹാർഡ് വർക്കിംഗ്. പിന്നെ കൊടുക്കാൻ നമുക്ക് അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്താം. പിന്നെ അതിന്റെ കോമ്പണൻസിന് പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്താം. പിന്നെ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഇന്നയുടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്നയുടെ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നയുടേതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇന്ന വഹ്വാത്തുഹ എന്നതിലെ ഇന്നയുടെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡിഫൈൻ ഫസ്റ്റ് കൊടുക്കുക. അതർ വേർഡ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കം ബിഫോർ എ നോമിനൽ സെന്റൻസ് വിച്ച് അഫക്ട് ദ സ്ട്രക്ചർ ഓഫ് എ കോമ്പണൻസ്. ഓക്കെ, അപ്പൊ കോമ്പണൻസിനെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് പാർട്ടിക്കിൾസ് നോർമൽ സെന്റൻസിന്റെ മുമ്പിൽ വരുമെന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലുള്ള കുറച്ച് വേർഡ്സുകളാണ് ഇതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന വെച്ചിട്ട് സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇന്നൽ ബൈത്ത കബീർ. ഓക്കെ, ഇന്നൽ ബൈത്ത കബീർ. ഇതിന് മീനിങ് എന്താ വെച്ചാല് ഷുവർലി ദ ഹൗസ് ഈസ് ബിഗ്. വീട് വലുതാണ്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും, ഷുവറായിട്ടും വീട് ചെറുതല്ല, വലുതന്നാണ് എന്ന് പറയുന്നൊരു സംഗതിയാണ് ഇതിന്റെ ഒരു മീനിങ് ആയിട്ട് വരിക. ക്ലിയർ? അപ്പൊ ഇന്നൽ ബൈത്ത കബീറൻ. അപ്പൊ വേറെ സെന്റൻസിന് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇന്നൽ വലത കാതിബൻ. ഇതിന്റെ മീനിങ് വരുന്നതെന്ന് വെച്ചാല് ഷുവർലി the boy is a writer. Surely the boy is a writer എന്നൊരു മീനിങ്ങിലാണ് ഷുവർലി, ഡെഫിനറ്റ്ലി, ഇൻഡീഡ് എന്നൊക്കെ അർത്ഥത്തിലാണ് ഇന്ന വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തു. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ കാനയുടെ പറഞ്ഞ പോലെ, കാനയിൽ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നോമിനൽ സെന്റൻസിന്റെ മുമ്പിലാണ്, നോർമൽ സെന്റൻസിനെയാണ് അതിന് മുമ്പിലാണ് ഇന്ന വലതു പറഞ്ഞിരുന്നു. അൽ വലതു കാത്തിബൻ. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണല്ലോ. അപ്പൊ ഇതിന്റെ മുന്നിൽ നമ്മൾ ഇന്ന കൊടുക്കുന്നു. അപ്പൊ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് നോക്കട്ടോ. അൽ വലതു കാത്തിബൻ എന്ന നോർമൽ സെന്റൻസ്. അപ്പൊ ഇന്ന കൊടുക്കുകയാണ്. ഇന്ന അൽ വല. നേരത്തെ മുബ്തദയായ സമയത്ത് വലതു എന്നായിരുന്നു. ഇന്ന വന്നപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. ഇന്നൽ വലത മാറിയിട്ടുണ്ട്. നേരത്തെ മുബ്തദയായിട്ട് വീട് ഇന്ന വന്നപ്പോൾ മുബ്തദയുടെ ലാസ്റ്റ് ഹർക്കത്ത് ലമ്മ മാറിയിട്ട് ഫത്ഹ ആയിട്ടുണ്ട്, റഫ് മാറിയിട്ട് നസ്ബ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത്
കാത്തിബുൻ. ഖബർ എന്ന് എഴുതുമ്പോൾ എന്താ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നോ ചേഞ്ച്. ഖബറിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മുബ്തദ ആയിട്ടുള്ള വേർഡിന് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇതിന്റെ കോമ്പണൻസ് നമുക്ക് എന്തൊക്കെയാന്ന് എഴുതി കൊടുക്കാം. ഇന്ന വരുമ്പം നേരത്തെ മുബ്തദ ആയിട്ടുള്ള വേർഡ് എന്തായി മാറി എന്നുള്ളതാണ്. ഇത് ഇസ്മു ഇന്ന എന്നായി മാറിയിട്ടുണ്ട്. എന്താണ്? ഇസ്മു ഇന്ന എന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ. കാത്തിബുൻ എന്നുള്ളതോ അത് ഖബറു ഇന്ന എന്നും ആയിട്ടുണ്ട്. അപ്പൊ ഇസ്മു ഇന്ന ഖബറു ഇന്ന എന്നൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണോ ഇതിന്റെ വേറെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള വേറെ ഏതായിട്ടുള്ള വേർഡ് ഉള്ളതെങ്കിൽ ആ സിസ്റ്റേഴ്സിന്റെ പേര് ചേർത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇനി അന്ന വരുന്നുണ്ട്, ലൈത്ത വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വേർഡാണ് എങ്കിൽ ഇസ്മു ലൈത്ത അല്ലെങ്കിൽ ഖബറു ലൈത്ത എന്നൊക്കെ ചേർത്ത് കൊടുക്കുക. മുമ്പുള്ള വേർഡ് ഏതാണോ ആ വേർഡിനോട് ചേർത്തിയിട്ട് ഇതിനെ പറയാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ കോമ്പണൻസ് നമ്മൾ പരിചയപ്പെടുത്തി. ഓക്കെ. അപ്പൊ കോമ്പണൻസിൽ ആകെ ചേഞ്ച് വന്നിട്ടുള്ളത് ഈ മുബ്തദയ്ക്ക് മാത്രമാണ്. നേരത്തെ മുബ്തദ ആയിട്ടുള്ള വേർഡ് ഇന്ന വന്നപ്പം അത് ഫത്ഹായി മാറി. അപ്പൊ അവിടെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇസ്മു ഇന്ന ഖബറു ഇന്ന ഇതാണ് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി റൂൾസ് ഓഫ് കോമ്പണൻസ്. റൂൾസ് ഓഫ് കോമ്പണൻസ്. അപ്പം ഇസ്മു ഇന്ന് ചേർന്ന് വരുമ്പോൾ അതിന്റെ കോമ്പണൻസിന് എന്തൊക്കെ ചേഞ്ച് വരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് റൂളായിട്ട് കൊടുക്കാം. ഇസ്മു ഇന്ന. ഇസ്മു ഇന്നയ്ക്ക് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? ഇസ്മു ഇന്നയുടെ ഹർക്കത്ത് ഇറാബ് എപ്പോഴും ഫത്ഹ ആയിരിക്കും. ഫത്ഹിന് നമുക്ക് നസ്ബ് എന്ന് കൊടുക്കാം. നസ്ബ് ആയിരിക്കും എപ്പോഴും. ഫിഹാലത്തിൻ നസ്ബി ആയിരിക്കും. രണ്ടാമത്തത് ഖബറു ഇന്ന. ഖബറു ഇന്നയുടെ റൂൾ എന്തായിരിക്കും? അതിന്റെ ഇറാബ് എന്തായിരിക്കും? ലാസ്റ്റ് ഹർക്കത്ത് എപ്പോഴും എന്തായിരിക്കും? നോ ചേഞ്ച് ആണ്. റഫ് ആണ്. റഫ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതുമ്പോഴേക്കും ഇതിന്റെ മാർക്ക് ഏകദേശം കിട്ടി എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ സിസ്റ്റേഴ്സിനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഇന്നുണ്ട്, അന്നുണ്ട്, അന്നയുണ്ട്, ലൈത്ത ഉണ്ട്, ലഅല്ല ഉണ്ട്. ഇന്ന, അന്ന, കന്ന, ലൈത്ത, ലഅല്ല, ലാക്കിന്ന. ഇത്രയും സംഗതികളൊക്കെയാണ് ഇതിന്റെ ഒരു സിസ്റ്റേഴ്സ് ആയി വരുന്ന സംഗതികൾ. ഓക്കെ. അപ്പൊ ഇത് എല്ലാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നെ കൊടുത്ത പോലെ തന്നെ പിന്നെ ഇതിന്റെ റൂൾസ് ഒക്കെ എഴുതിയല്ലോ. അപ്പൊ എഴുതിയ ശേഷം ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സിസ്റ്റേഴ്സ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു 5 മാർക്ക് ചോദിക്കുന്നത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. താങ്ക് യു.